കാസർഗോട്ട് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ മുൻകൈയെടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മുൻകൈയെടുത്ത് സസ്പെൻഡ് ചെയ്തത് സാമാന്യം വാർത്താ പ്രാധാന്യം നേടി. ആ ഘട്ടത്തിൽ ഞാനൊന്നും പ്രതികരിക്കാതിരുന്നത് ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഉദ്ദേശിച്ച കടവിൽ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരധ്യാപകൻ ഒരു ചോദ്യക്കടലാസ് സെറ്റ് ചെയ്യും. പരീക്ഷയുടെ ചോദ്യക്കടലാസ് അല്ല കേട്ടോ, താരതമ്യേന ലഘുവായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ചോദ്യക്കടലാസ്. ആ ചോദ്യക്കടലാസിലെ പ്രസക്തമായ ചോദ്യം മിക്കവാറും തെറ്റാണ്. കാരണം ഈ അധ്യാപകൻ ചോദിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയ ആളാരാണ് എന്നാണ്. ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വധശിക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് മുതലായ ആളുകളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വധശിക്ഷയ്ക്കിരയായ ആളുകൾ, വിചാരണ ചെയ്ത് തൂക്കിലേറ്റപ്പെട്ടവർ. അതല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദിനെ പോലെ, അത് ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, വീരമൃത്യുവാണ്. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട ആളുകളാണ്. അതൊക്കെയാണ് വലിയ ശിക്ഷ. പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഏറ്റവും അധികം ദീർഘിച്ച ജയിൽ ശിക്ഷ ആരുടെയാണ് എന്നായിരിക്കണം. ഉത്തരവ് അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്, വി ഡി സവർക്കർ എന്നാണ്. വി ഡി സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ദീർഘകാലം ആൻഡമാൻ ജയിലിൽ കഴിഞ്ഞ ആളാണ്. പിന്നീട് അദ്ദേഹം രത്നഗിരിയിൽ വീട്ടുതടങ്കലിലും ദീർഘകാലം കഴിച്ചുകൂടിയ ആളാണ്. എല്ലാം കൂടി ചേർത്ത് 27 കൊല്ലം അദ്ദേഹം തടവിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഗാന്ധിജിയെക്കാളും നെഹ്റുവിനേക്കാളും ആസാദിനേക്കാളും പട്ടേലിനേക്കാളും കൂടുതൽ കാലം ഈ സവർക്കർ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ സവർക്കറേക്കാൾ കൂടുതൽ സമയം ജയിലിൽ കിടന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. ത്രൈലോക്യനാഥ് ചാറ്റർജി എന്നോ മറ്റോ പേരുള്ള ഒരാൾ ഇതിൽ കൂടുതൽ സമയം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന് രേഖയിൽ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നേതാവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നേതാക്കന്മാരായിട്ട് നമ്മൾ കൂട്ടിയിട്ടുള്ള ഗാന്ധി, നെഹ്റു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ത്രൈലോക്യനാഥ് ചാറ്റർജിയുടെ പേര് അശ്വമേധം നടത്തുന്ന പ്രദീപിനറിയാം, അല്ലെങ്കിൽ അതുപോലെ ചരിത്ര രേഖകൾ കാണാതെ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, സാധാരണക്കാർക്കറിയില്ല. അപ്പോൾ ഏറ്റവും അധികം കാലം ശിക്ഷ അനുഭവിച്ച ആളുകളിൽ ഒരാളാണ് തീർച്ചയായിട്ടും വി ഡി സവർക്കർ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ ചോദ്യം തെറ്റാണ് എന്ന് വിചാരിക്കാം. അധ്യാപകരുടെ തീടയിൽ മേലിൽ ചോദ്യക്കടലാസുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഗുണദോഷിക്കുക. ഇത് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തല്ലോ. ഒരു ക്വിസ് കോമ്പറ്റീഷന് ചോദ്യം തയ്യാറാക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു. അയാളുടെ അറിവും പാണ്ഡിത്യവും അനുസരിച്ചിട്ടല്ലേ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ പറ്റൂ. അപ്പോഴേക്കും ഇവിടെ അത് വലിയ വാർത്തയാവുന്നു. വി ഡി സവർക്കറെ കുറിച്ച് ചോദ്യക്കടലാസിൽ ചോദ്യം ചോദിച്ചു. അത് വലിയ തെറ്റാണ്. വി ഡി സവർക്കർ ചരിത്രത്തിലുള്ള ഒരാളാണല്ലോ. അയാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ദീർഘകാലത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വി ഡി സവർക്കർ തീർച്ചയായിട്ടും വെറുക്കപ്പെടേണ്ടുന്ന ആൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടും മാപ്പെഴുതി കൊടുത്തുകൊണ്ടുമല്ല. മാപ്പെഴുതി കൊടുത്ത നേതാക്കൾ എത്രയോ ഉണ്ട്. അവരെക്കുറിച്ച് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഇനി ഒരു അവസരത്തിൽ ചെയ്യാവുന്നതാണ്. അത് തിരുവിതാംകൂറിലും ഉണ്ടായിട്ടുണ്ട്, കൊച്ചിയിലും ഉണ്ടായിട്ടുണ്ട്, മദ്രാസ് പ്രവിശ്യയിലും ഉണ്ടായിട്ടുണ്ട്, ബോംബെയിലും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ ഒരുപാട് നേതാക്കന്മാർ കാലാകാലങ്ങളിൽ മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്നവരാണ്. അവരുടെയൊക്കെ പേരും അച്ഛൻ്റെ പേരും ഏത് കാലത്താണ് ജയിലിൽ നിന്ന് പോകുന്നതൊക്കെ എനിക്കറിയാം. സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. സവർക്കർ മാപ്പെഴുതി കൊടുത്തു, പലതവണ മാപ്പെഴുതി കൊടുത്തു, ഒക്കെ ശരിയാണ്. സവർക്കറെ നമ്മൾ എതിർക്കണമെന്ന് ഞാൻ പറയുന്നത് സവർക്കർ മാപ്പെഴുതി കൊടുത്തുകൊണ്ടല്ല. ഗാന്ധി വധത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പങ്ക്, രാഷ്ട്രപിതാവിനെ വധിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് വി ഡി സവർക്കർ. ആ നിലയ്ക്ക് വെറുക്കപ്പെടേണ്ടുന്ന നേതാവാണ് സവർക്കർ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലെന്നോ ജയിൽ ശിക്ഷ അനുഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് സത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അഥവാ അങ്ങനെ ചോദ്യം ചോദിച്ചു, അതിൻ്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിടന്നുണ്ടോ? ഈ മീഡിയ വഴി ചാനലുകാരെയോ അടുപ്പൂട്ടി ചർച്ചക്കാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി ഇടപെട്ട് ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്നത് മാനേജറാണ്. കേരള എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരവും റൂൾസ് പ്രകാരവും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം മാനേജർക്കാണ്. പിന്നെ അപൂർവ സന്ദർഭങ്ങളിൽ ഇയാൾ സർവീസിൽ തുടരുന്നത് തെറ്റാണ്, അത് പബ്ലിക് ഓർഡറിനെതിരാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ വിദ്യാഭ്യാസ നിലവാരത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതൊക്കെ തോന്നുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ സർക്കാരിന് ഇടപെട്ടിട്ട് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കാം. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അതിൻ്റെ പ്രൊസീജിയർ തെറ്റാണ്, ചെയ്ത രീതിയും തെറ്റാണ്,
ചോദ്യം തെറ്റായതിൻ്റെ പേരിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? PSC പരീക്ഷയ്ക്ക് എത്ര തെറ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും? സർവകലാശാല പരീക്ഷകൾക്ക് തെറ്റായിട്ടുള്ള എത്ര ചോദ്യങ്ങൾ ചോദിക്കും? ക്വിസ് കോമ്പറ്റീഷന് തെറ്റായിട്ടുള്ള അസംബന്ധ നിർഭരമായിട്ടുള്ള എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? ഇല്ലേ? അതിൻ്റെയൊക്കെ പേരിൽ ഒരാൾ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇനി സസ്പെൻഡ് ചെയ്തു, അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതിന് എന്ത് സംഭവിക്കും. അയാൾ ഹൈക്കോടതിയിൽ പോയി, ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ പഴയ ആർക്ക് കിട്ടി? അത് ഷംസുദ്ദീന് കിട്ടി. ഷംസുദ്ദീൻ ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടി. ഈ ഷംസുദ്ദീൻ മന്ത്രിയായിട്ട് കേവലം 2 മാസമേ ഉള്ളൂ. അതിൻ്റെ പരിചയക്കുറവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് മന്ത്രിയായിട്ടില്ല, പലതവണ MLA ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഈ ചാനലുകാരും പത്രക്കാരൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർ ചാടിക്കയറി തീരുമാനമെടുക്കരുത്. ഇത് തന്നെയാണ് ഷാജി മന്ത്രി നമ്മുടെ ചിത്ര P. അരുണിമ എന്ന സ്ത്രീയുടെ കാര്യത്തിൽ ചെയ്തത്. അവർ കോടതിയിൽ പോകാത്തതുകൊണ്ടാണ് തട്ട് കിട്ടാത്തത്. കോടതിയിൽ പോയാൽ ഇതുപോലെയുള്ള വിധി അവിടെ നിന്നുണ്ടാവും. ഇതിപ്പോൾ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത പോലെ. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയാൽ വീട്ടിൽ നിന്ന് ജാമ്യം കൊടുക്കും, കോടതിയിൽ ഹാജരാക്കിയാൽ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കും. കാരണം കേസ് നിലനിൽക്കില്ല. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കേസ് അതിൻ്റെ അകത്തില്ല. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവിടെ നിന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കി അപ്പോൾ ജാമ്യം കിട്ടുന്നതാണ്. ഇത് മന്ത്രിമാർക്ക് പൊതുവെ പറ്റുന്നൊരു അബദ്ധമാണ്. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾക്ക് എത്തും. ആ സമയത്ത് ഈ പറഞ്ഞ ആളുകൾ ആരും ഉണ്ടാവില്ല. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കന്മാരും ഉണ്ടാവില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പഥ്യം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിൽ ഇല്ലെന്ന് നിർണയം എന്ന് പറയും ഈ കാര്യത്തിലാണ്. ഇപ്പോൾ ഇനി ഷംസുദ്ദീൻ അധ്യാപകനുമായിട്ട് ഒത്തു കളിച്ചു, സസ്പെൻഷൻ സ്റ്റേ ചെയ്തു എന്നായിരിക്കും നാളെ പത്രമാധ്യമങ്ങളിൽ വരാൻ പോകുന്ന വാർത്ത. എൻ്റെ പ്രിയ സുഹൃത്താണ് ശ്രീ ഷംസുദ്ദീൻ. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു കേട്ട് ചാടി പുറപ്പെട്ട് ഓരോന്ന് പരിപാടിക്ക് പോയാൽ തീരാത്ത ചീത്തപ്പേരായിരിക്കും ഇതിൻ്റെ ഫലം എന്ന് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത് ഷംസുദ്ദീൻ്റെ തലയിൽ ഒരു കാക്കത്തൂലായി പരിണമിക്കാതിരിക്കട്ടെ. ഇനി മേലെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങളിൽ അദ്ദേഹം ചെയ്ത് ചാടാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറിവും വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അതിൻ്റെ രീതി അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാതൃക. ഇനി മന്ത്രി ഷംസുദ്ദീന് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് അടുത്ത കൊല്ലത്തെ ക്വിസ് കോമ്പറ്റീഷൻ ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും എന്നാൽ ഒരു തവണ പോലും അറസ്റ്റിന് വിധേയനാകാതിരിക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ഒരു ദിവസം പോലും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യാതിരുന്ന ഒരു വലിയ നേതാവുണ്ട്. അതാരാണ്? ചോദ്യം ഷംസുദ്ദീനോടും ബാക്കി സകലമാന ലീഗുകാരോടുമാണ്. ഉത്തരം ആർക്കും പറയാം.